അങ്ങനെ മൂന്നാമത്തെ മന്ത്ലി എക്സാം വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബയോളജി എക്സാം സ്റ്റഡി വ്ളോഗാണ്. സുവോളജി പ്ലസ് ബോട്ടണി ഇന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് പഠിച്ചെടുക്കണം. ഇന്നിപ്പോൾ നമുക്ക് ആകെ 2 ചാപ്റ്റർ ഫുള്ള് പോലും ആയിട്ടില്ല. അതായത് ഒരു ചാപ്റ്ററിൻ്റെ പകുതി ആൻഡ് ഒരു ചാപ്റ്ററിൻ്റെ പകുതി. സുവോളജി ഇപ്പോൾ എടുത്തു വരെ ആൻഡ് ബോട്ടണി എടുത്തു വരെ. പബ്ലിക് എക്സാം ഒക്കെ ആകുമ്പോഴേ രണ്ടും കൂടി ഒരുമിച്ച് പഠിക്കുന്നത് ചെറിയൊരു ടാസ്ക് തന്നെയാണ്. ചെറുതല്ല, വലിയ ടാസ്ക് തന്നെയാണ്. ഓൺലി ബയോളജി സ്റ്റുഡൻസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ്. +1 ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഞാൻ എന്തായാലും ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഏറ്റവും ഈസിയുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു അത്, ലിവിങ് വേൾഡ്. എന്നാലും +1 അത്ര ചാപ്റ്റേഴ്സ് +2 ഇല്ല. ബട്ട് കോൺസെപ്റ്റ്സ് ആൻഡ് ഡിഫിക്കൽട്ടി ലെവൽ കുറച്ച് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബോട്ടണിക്ക് നമുക്ക് ചാപ്റ്റർ കുറഞ്ഞ് എങ്കിലും കോൺസെപ്റ്റ്സ് ഒരുപാട് പഠിക്കാനുണ്ട്. ഒരു ചാപ്റ്ററിന് ഒരുപാട് പഠിക്കാനുണ്ട്. ആൻഡ് ഇനിയിപ്പോൾ +1 സ്റ്റുഡൻസ് ബയോളജി സയൻസ് എടുത്തവർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഒരു അടിപൊളി ചാപ്റ്ററാണ് സുവോളജി. അതെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 10th ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു കംഫർട്ടിംഗ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ആദ്യത്തേത് തന്നെ. എനിമൽ കിങ്ഡം +1 ബയോളജിയിൽ തന്നെ ഏറ്റവും ടഫായിട്ടുള്ള ചാപ്റ്റർ എന്ന് പറയപ്പെടുന്നൊരു ചാപ്റ്ററാണ്. ഇൻസ്റ്റയിൽ റീൽസൊക്കെ കാണുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ ചാപ്റ്റർ വലിയ സീനൊന്നും ഇല്ലടാ, ആകെ ഒരു 40 ഫൈലംസ് പഠിച്ചാൽ തീർത്താൽ മതി. എന്തായാലും +1 കയറുമ്പോൾ അതിൻ്റേതായ ഒരു ഡിഫിക്കൽട്ടി ലെവൽ തോന്നും. ആൻഡ് ഇനി നമുക്കതൊരു ഹാബിറ്റായി വരണം. എന്തായാലും നമ്മൾക്ക് പഠിച്ചല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ കുറച്ച് നേരത്തെ തന്നെ പഠിക്കായിരുന്നു എന്നൊന്നും പറയുന്നില്ല. കാരണം ഞാൻ പഠിക്കാതിരുന്നപ്പോഴേക്കും 7:30 ആയിട്ടുണ്ടാ. കാരണം എന്താണ്, ഞാൻ ബോട്ടണി ഞാൻ ലീവുള്ള ദിവസം നോക്കി വെച്ചിട്ടുണ്ട്. അതാ പിന്നെ ഒരു സമാധാനം. രാത്രി സുവോളജി നോക്കിയിട്ട് ഇനി ബോട്ടണി ഒന്ന് ജസ്റ്റ് റിവേഴ്സ് ചെയ്യാനുള്ളൂ. പിന്നെ സുവോളജി എനിക്ക് ഏകദേശമൊക്കെ അറിയാം. ആൻഡ് ബോട്ടണി ഞാൻ അന്ന് പഠിച്ചപ്പോൾ പോൾ വീഡിയോസ് കണ്ടിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ബോട്ടണി ഇനി രാവിലെ നോക്കാനുള്ളതല്ലോ. ആൻഡ് സുവോളജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ഇരുന്ന് പഠിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് എനിക്കിത് പഠിക്കണം. സാറിങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ എക്സാം പോലെ ടെസ്റ്റൊക്കെ എഴുതിപ്പിക്കാറുണ്ട്. അങ്ങനെ പഠിച്ചു പോകുകൊണ്ട് പിന്നെ വലിയ സീനില്ലാതെ ഇന്ന് രാത്രി ഞാൻ പഠിക്കൽ കഴിയുമെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ സുവോളജിയും കൂടി പോൾ വീഡിയോ കണ്ടിട്ട് പഠിക്കാൻ കരുതി. ഞങ്ങൾക്കാണെങ്കിൽ സുവോളജി ഫസ്റ്റത്തെ ചാപ്റ്റേഴ്സ് 2 എടുത്തിട്ടില്ല. പകരം 3ാമത്തെ ചാപ്റ്ററാണ് സാർ ഫസ്റ്റിന് എടുത്തിട്ടുണ്ടായിരുന്നത്. പ്രിൻസിപ്പിൾസ് ആൻഡ് ഇൻഹെറിറ്റൻസ് ഓഫ് വേരിയേഷൻ എന്നാണ് എന്തോ ആണ് അങ്ങനെ ചാപ്റ്ററിൻ്റെ നെയിം. ആ ചാപ്റ്ററാണ് ഞങ്ങൾക്ക് എടുത്തത്. ആൻഡ് ആ ചാപ്റ്ററിലാണ് ഈ കുറേ ക്രോസൊക്കെ വരച്ച് പഠിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ ആ ചാപ്റ്ററിൻ്റെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് നോട്ട് എഴുതുന്നതിൽ കുറച്ചും കൂടി ഇഷ്ടമുള്ള നോട്ട് റൈറ്റിംഗ് എന്ന് പറയുന്നത് സുവോളജി നോട്ട് എഴുതുന്നതാണ്. എൻ്റെ സുവോളജി നോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കെമിസ്ട്രിക്കും ഫിസിക്സിനും ഞാൻ സ്പൈറൽ നോട്ടാണ് വാങ്ങിച്ചെങ്കിലും സുവോളജിൻ്റെ സ്പൈറൽ നോട്ട് ഒരു വേറെ ടൈപ്പാണ്. എനിക്ക് കുറച്ചും കൂടി ഈ ഒരു ബൈൻഡിങ്ങാണ് ഇഷ്ടമായത്. ആൻഡ് അതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നല്ല അസ്തെറ്റിക്കാണ്. വെറുതെ ഇപ്പോൾ അസ്തെറ്റിക്കും ഭംഗിയൊക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ നമുക്കെന്താ കാര്യം. എനിക്ക് ഇങ്ങനെയൊക്കെ നോട്ട്സൊക്കെ എഴുതുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെയൊന്നും എല്ലാവർക്കും ഇഷ്ടമുണ്ടാവില്ല. എൻ്റെ ഫ്രണ്ട്സിന് തന്നെ ഒരുപാട് പേര് ഇങ്ങനെ പറയാറുണ്ട്, കുറേ ഇങ്ങനെ കളർ ഉപയോഗിച്ചാലൊന്നും അവർക്ക് പഠിക്കാൻ കഴിയില്ല എന്ന്. ബട്ട് എനിക്ക് ഇങ്ങനെ പഠിക്കുമ്പോഴാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആവും. ആൻഡ് നോട്ട് ഇങ്ങനെ എഴുതാനാണ് എനിക്കിഷ്ടം. ആൻഡ് ഇങ്ങനെ എഴുതുന്നതെന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. സാറ് ഇങ്ങനെ പറയുന്നതിൻ്റെ ഇടയിൽ പല പെന്നുകൾ എടുത്തിട്ട് ആ സാറിൻ്റെ കൂടെ തന്നെ എഴുതി പോകുന്നത് കുറച്ച് ടാസ്ക്കാണ്. എങ്കിലിപ്പോൾ അത് ഒരു ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ നോട്ടിനെ കുറിച്ച് പറഞ്ഞ് വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ സുവോളജി പഠിക്കുകയാണ്, സുവോളജി ക്ലാസ് കാണാണ്, പഠിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ഒരു മാജിക് കാണിച്ചു തരാം. 9 മണിയുള്ളത് 5 മണി ആയിട്ടുണ്ട്. ഞാൻ 9 മണിക്ക് തന്നെ കടന്നെന്ന് വെച്ചാൽ ഞാൻ കടന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ലടാ. ഞാൻ കടന്നപ്പോഴേക്കൊരു 11 മണിയൊക്കെ ആയിട്ടുണ്ട്. എന്നിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എഴുന്നേറ്റ് ബോട്ടണി ഒന്നും നോക്കിയിട്ടില്ല. ആൻഡ് സുവോളജി മൊത്തമായിട്ട് തീരും ചെയ്തില്ല. അങ്ങനെ ഞാൻ കരുതി ബോട്ടണി ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ആക്കാനുള്ളല്ലോ, അത് കഴിഞ്ഞിട്ട് ബാക്കി സുവോളജിയും കൂടി നോക്കാമെന്ന് കരുതി. ആൻഡ് ഈ ഒരു പ്രിൻ്റഡ് നോട്ട് എന്ന് പറയുന്നത് ഞങ്ങളുടെ മിസ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രിൻ്റഡ് നോട്ടിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇങ്ങനെ ക്വസ്റ്റ്യൻ പോലെ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോയിന്റ്സ് ആണ്. കഴിഞ്ഞ വർഷം മുതലേ ഞങ്ങൾ ഇതിൽ നോക്കിയാണ് പഠിക്കാറുള്ളത്. ആൻഡ് ടെക്സ്റ്റ് ജസ്റ്റ് വായിച്ച് നോക്കാറുണ്ട്.
അപ്പോൾ ഈ ഒരു പ്രിൻ്റഡ് നോട്ട് കിട്ടുന്നതിന് മുമ്പ് ഞാൻ ഐപാഡിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നോട്ടാണിത്. നോട്ടില്ല, ആ പ്രിൻ്റഡ് നോട്ടിൽ ജസ്റ്റ് മാർക്ക് ചെയ്ത് കോഡുകളൊക്കെ ആക്കി ഞാൻ എൻ്റേതായ രീതിയിൽ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ ഞാൻ ഈ പ്രിൻ്റഡ് നോട്ട് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ആക്കുകയാണ്. അങ്ങനെ ChatGPTൻ്റെ അടുത്ത് ആദ്യം ഞാൻ മലയാളം എക്സ്പ്ലനേഷൻ ചോദിക്കും ബോട്ടണിയിലെ ഒരു ടോപ്പിക്കിൻ്റെ. എന്നിട്ട് ആ മലയാളം ആദ്യം ഞാൻ അണ്ടർസ്റ്റാൻഡ് ആക്കും. അതിന് ശേഷം ഇംഗ്ലീഷ് റീഡാക്കി നോക്കി പഠിക്കുമ്പോൾ നമ്മൾ ആ ഇംഗ്ലീഷ് മറന്നാലും നമ്മളുടെ മനസ്സിൽ ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ നമ്മൾ കുറച്ച് സമയം എടുത്ത് പഠിക്കേണ്ടി വരും ഇങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ. ആൻഡ് അന്ന് ഞാൻ അങ്ങനെ പഠിച്ചതുകൊണ്ട് ഇപ്പോൾ വലിയ സീനില്ല. ആൻഡ് എന്നും പറയാനുള്ള പോലെ എക്സാം കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ആൻഡ് എക്സാം എന്ന് പറയുമ്പോൾ ഈസി ഒക്കെ തന്നെയായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ അശ്രദ്ധ കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ തെറ്റിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും എക്സാം കാരണം നമ്മൾ നേരക്ക് പഠിക്കും. എക്സാം ഇല്ലെങ്കിൽ നമ്മൾ എത്ര തന്നെ കോൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു പോകണമെന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ പറ്റത്തില്ല നേരക്ക്. ബട്ട് എക്സാമിന് നമുക്ക് നേരക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ കുറച്ച് സമയമൊക്കെ ഇരുന്ന് പഠിച്ച് പിന്നെ പഠിത്തമൊക്കെ നിർത്തി അയാണ് ചെയ്യാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. അങ്ങനെ ഇന്ന് കറക്റ്റ് 7:30 തന്നെ ഞാൻ പഠിക്കലെല്ലാം നിർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഒരുപാട് നേരം ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റും കൂടി ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. മാത്രമല്ല അങ്ങനെ ഇരുന്നിട്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് വൈകുകയാണ്. അതുകൊണ്ട് ഇനി എന്ന് 7:30 തന്നെ ഞാൻ മാക്സിമം പഠിക്കലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കും. എന്നിട്ട് പിന്നെ അയണെല്ലാം ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ച് സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആവണമല്ലോ. ഇനിയിപ്പോൾ നാളത്തെ എക്സാം എന്ന് പറയുന്നത് ഫിസിക്സ് ആണ്. അപ്പോൾ ഞാൻ ഈ ഫിസിക്സ് പോയി പഠിക്കട്ടെ. So that's it for today.